ഈ യാത്ര കർണാടകയിലെ ഗുണ്ടിൽപേട്ടയിലേക്കാണ്. വയനാട് നിന്നും അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളിലൊന്നായ കർണാടകയിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് ഗുണ്ടിൽപേട്ട. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 54 കിലോമീറ്റർ മാത്രം പോയാൽ ഗുണ്ടിൽപേട്ടയിലെത്താം. വയനാട്ടിലുള്ളവർ ഗുണ്ടിൽപേട്ടയിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ മനസ്സിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. കേരളത്തിലെ മുത്തങ്ങയും കർണാടകയിലെ ബന്ദിപ്പൂർ വനമേഖലയിലുള്ള ശാന്തസുന്ദരമായ യാത്ര. വന്യമൃഗങ്ങളെ കണ്ടുകൊണ്ട് ശുദ്ധവായുവും ശ്വസിച്ച് ഒരു സമാധാന യാത്ര. അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് ഗുണ്ടിൽപേട്ട യാത്ര ഒരിക്കലും നിരാശയായിരിക്കില്ല. ഇത്തവണത്തെ യാത്രയിൽ ഒരിക്കലും കാട്ടിൽ നിന്നും കണ്ടിട്ടില്ലാത്ത കരടിയെ കാണാൻ സാധിച്ചു. ഒരുപാട് ആനകളെയും മയിലുകളെയും മാനിനെയും. മഴ പെയ്ത പുല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിനാൽ അവയെല്ലാം പലയിടങ്ങളിൽ നിന്ന് സമാധാനമായി പുല്ല് തിന്നുകയാണ്. അവരും ജീവിക്കട്ടെ. ഗുണ്ടിൽപേട്ട ഓരോ സമയത്തും ഓരോ രൂപത്തിലാണ്. എക്കാലത്തും ഏതൊക്കെ രൂപം കൈക്കൊണ്ടാലും നമ്മൾ മലയാളികൾ ആ നാട്ടിലേക്ക് ഓടിയെത്തും. മലയാളി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മണ്ണിലിറങ്ങണം. നമ്മൾ ഓണത്തിന് പൂക്കളമിടണമെങ്കിലും അവിടുത്തെ ആളുകൾ പണിയെടുക്കണം. നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും പൂക്കളുമെല്ലാം വരുന്നത് ഇവിടെ നിന്നുമാണ്. ഇത്തവണത്തെ യാത്ര പൂക്കളെ തേടിയാണ്. ഓണക്കാലമായാൽ ഗുണ്ടിൽപേട്ട അതിമനോഹരിയാകും. പല വർണ്ണങ്ങളിൽ അവളൊരു കാമുകിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കും, ആരെയും കൊതിപ്പിച്ചുകൊണ്ട്. മഞ്ഞയും വെള്ളയും ഓറഞ്ചും വാടാമല്ലി കളറും ഏത് ദിക്കിൽ നോക്കിയാലും പല പല നിറങ്ങളിൽ ചിരിച്ചുകൊണ്ട് മയക്കുന്ന ഒരു കാമുകിയെ പോലെ അവൾ കൊതിപ്പിക്കും. നിരവധി സഞ്ചാരികളാണ് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലും ഗുണ്ടിൽപേട്ടയുടെ മാറിലേക്ക് ഓടിയെത്തുന്നത്. പൂക്കൾ കാണാനും കിട്ടുന്ന സമയം കൊണ്ട് ചിത്രങ്ങളും വീഡിയോകളും പകർത്തലുമാണ് അവരുടെ ലക്ഷ്യം. അവരെ പോലെ ഞങ്ങളും കിട്ടിയ സമയം കൊണ്ട് കുറെ ചിത്രങ്ങൾ ഗാലറിയിലാക്കി. നേരം വൈകുന്നേരമായിരുന്നു. മഴയുണ്ടെങ്കിലും സൂര്യൻ തന്റെ കിരണങ്ങളാൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ തഴുകുന്നുണ്ടായിരുന്നു. സൂര്യരശ്മികളുടെ സ്പർശനമേറ്റ പൂക്കളും പ്രകൃതിയും ആ സമയങ്ങളിൽ മനോഹരിയായി തിളങ്ങിക്കൊണ്ടിരുന്നു. അല്ലെങ്കിലും അസ്തമയ സൂര്യന്റെ കിരണങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നീട് ഒരിക്കലും തിരികെ വരാൻ സാധിക്കാത്തതിനാലാവും അതത്ര മനോഹരമാകുന്നത്. ചില നഷ്ടപ്രണയങ്ങൾ പോലെ. പൂപ്പാടങ്ങളിൽ കയറുന്നതിനും പൂക്കളോടൊപ്പം ചിത്രങ്ങൾ എടുക്കുന്നതിനും ഓരോ തോട്ടത്തിലും ഓരോ ചാർജാണ്. ചിലർ ആളൊന്നിന് 20 രൂപ മേടിക്കും. ചിലർ എത്ര പേരാണെങ്കിലും 50 രൂപ ഈടാക്കും. ഇതൊന്നും കൊടുക്കാൻ മടിയില്ലാത്തവർ തങ്ങൾക്ക് കിട്ടിയ അവസരം വേണ്ട വിധം ഉപയോഗിക്കും. എന്നിട്ട് മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കും. പൂക്കളുടെ ഭംഗി വേണ്ടുവോളം മനസ്സിൽ കയറ്റി ചിണുങ്ങിക്കൊണ്ടിരിക്കുന്ന മഴയത്ത് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. പോരും വഴിയിൽ വഴിയരികിൽ തുറന്നു വെച്ചിരിക്കുന്ന പച്ചക്കറി കടയിലും കയറി. വരുന്നത് ഓണക്കാലമാകുമ്പോൾ പച്ചക്കറിയോടുള്ള പ്രിയവും കൂടും. കൈനിറയെ പച്ചക്കറികളും വാങ്ങി വീണ്ടും യാത്ര തിരിച്ചു. ഇനിയുള്ള ലക്ഷ്യം കാടിനുള്ളിൽ സ്വൈരവിഹാരം നടത്തുന്ന മൃഗങ്ങളെ കാണുക എന്നതാണ്. വണ്ടി നിർത്താനോ വീഡിയോ പകർത്താനോ സമ്മതിക്കാത്തതിനാൽ കണ്ട ആനകളെയെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് വീണ്ടും വണ്ടി മുന്നോട്ട്. യാത്രകൾ അവസാനിക്കുന്നില്ല, ഒപ്പം കഥകളും.